ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അറിയോ, എല്ലാവർക്കും ചിന്മയ സന്ധ്യയിലേക്ക് സ്വാഗതം. ഇന്നലെ ശാന്തിമന്ത്രത്തെ പരിചയപ്പെടുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിലെ ആദ്യത്തെ 2 വരികൾ നമ്മൾ പരിചയപ്പെട്ടു. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവി വൻ തോണി നിൻ പദം എന്നത്. രണ്ടാമത് വരുന്നത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ദൈവദശകത്തിൻ്റെ ഒരു രീതി ഇങ്ങനെ ഉയർന്നു താഴ്ന്നു പോകുന്നതാണ്. രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ഗുരു ആത്മാന്വേഷണത്തിലേക്ക്, നമ്മളിലേക്ക് അന്വേഷണത്തെ തിരിക്കാൻ പറയുകയാണ്. ആദ്യ ശ്ലോകത്തിൽ ബാഹ്യമായൊരു ഈശ്വരനെ അവതരിപ്പിച്ചുകൊണ്ട് ആ ഈശ്വരനെ അദൃശ്യനായ കപ്പിത്താനോട് സാദൃശ്യപ്പെടുത്തിയിട്ട് പിന്നീട് നമ്മളോട് പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും എണ്ണി എണ്ണി, നമുക്ക് ഈ എണ്ണുന്നത് എന്താ പരിചയം? നമ്മുടെ പറമ്പ് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ പാസ്ബുക്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്ത്, ഫേസ്ബുക്കിൽ ലൈക്ക് ചെക്ക് ചെയ്ത്, ഷെയർ ചെക്ക് ചെയ്ത്, കമൻറ്റ് ചെക്ക് ചെയ്ത്, പിന്നെ സാരിയുടെ എണ്ണം, അത് ഇങ്ങനെയുള്ള വസ്തുവകകൾ, നാളികേരം എത്രയുണ്ട്, പറമ്പ് എത്രയുണ്ട്, ഇങ്ങനെയുള്ളതാണ് എണ്ണൽ. ആ എണ്ണലൊക്കെ മതിയാക്കാൻ പറയാം. ഇനി അതൊക്കെ എണ്ണിയിട്ട് അവസാനം ഈ എണ്ണലൊക്കെ എവിടെ എത്തും? ഒന്നൊന്നായി എണ്ണി എണ്ണി അവസാനം എന്നിലേക്ക് എണ്ണൽ തിരിയണേ. കാണുന്ന ദൃശ്യവും ദൃക്കായിട്ടുള്ള ഞാനും അങ്ങനെ എണ്ണി എണ്ണി ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ബോധം എങ്ങനെയാണ് നമ്മുടെ നിദ്രയിലേക്ക്, ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്? കണ്ണുകളൊക്കെ അടച്ച് നമ്മളങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ ബാഹ്യലോകം ആന്തരിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ടോ നമുക്ക് ആ നിദ്രയിൽ നമുക്ക് എന്താ കിട്ടുന്നത്? പരമസുഖം. അത് ഉണർന്നിരിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ കിട്ടുമോ? കിട്ടും എന്നാണ് പറയുന്നത്. അതിനാണ് ഗുരുദേവൻ പറയുന്നത്, ഇതെല്ലാം എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഇളക്കമില്ലാത്ത അറിവായി നിൻ്റെ ഉള്ളിൽ നീ എന്ന ബോധം ഉറയ്ക്കണം. ഗുരു, എങ്ങനെ ഈശ്വരനെ കണ്ടെത്തുക? ഈശ്വരനെ ആരാണ് എനിക്ക് കാണിച്ചു തരിക എന്ന് ബുദ്ധനോട് ചോദിച്ച സമയത്ത് ബുദ്ധൻ്റെ പേരിലും മറ്റു പലരുടെ പേരിലും ഈ കഥ പറയാറുണ്ട്. ഒരിക്കൽ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു എന്ന് തൽക്കാലം നമുക്ക് പറയാം. ഇവരൊക്കെ ഗുരുക്കന്മാരാണല്ലോ. അപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവൻ പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊണ്ടുവന്ന് വെച്ച സമയത്ത് അതിന് കുറച്ച് ഇളക്കമൊക്കെ ഉണ്ടാവുമല്ലോ. ശാന്തനായി ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് നേരം കണ്ണടച്ചിരുന്നു. ഒരു ഗുരു ഒരു മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. ഓം ത്രയംബകായ, ഏറ്റുചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അവൻ ഏറ്റുചൊല്ലി, ഓം ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമഃ. കണ്ണു തുറന്നോളാം. കണ്ണൂർ ആ പാത്രത്തിലേക്ക് പോയി നോക്കാൻ പറഞ്ഞു. അവൻ പാത്രത്തിൽ നോക്കി. ആരെയാണ് കാണുന്നത്? എന്നെ തന്നെ. നീ എന്താ ചോദിച്ചത്? ആരാണ് എനിക്ക് ഈശ്വരനെ കാണിച്ചു തരിക? നീ ആരെയാണ് ഇതിൽ കാണുന്നത്? എന്നെ തന്നെ. നീ തന്നെ നിനക്ക് ഈശ്വരനെ കാണിച്ചു തരും. എന്തു വേണം? നീ നിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണം. അതാണ് ഗുരുദേവൻ ഈ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ, ആ പൊരുൾ പോയിട്ട് ഒടുങ്ങണം.
എല്ലാ ദൃശ്യങ്ങളും ആ ദൃക്കിൽ വിലയിക്കണം. അപ്പോഴോ അത് ഇളക്കമില്ലാത്ത അറിവായി നിന്നിൽ ഉറയ്ക്കണം. തുടർന്ന് നമുക്ക് വീണ്ടും ഭജഗോവിന്ദത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഭജഗോവിന്ദത്തിലെ 18ാമത്തെ ശ്ലോകമായിരുന്നു കണ്ടത്. സുരമന്ദിര തരുമൂലനിവാസ ശയ്യാഭൂതലമജിലം അജിനം വാസ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ. ഇല്ല, ഇത് കണ്ടിട്ടില്ല. 17 വരെയാണ് നമ്മളെടുത്തത്. കുരുതേ ഗംഗാസാഗര ഗമനം വ്രതപരിപാലന മതവാദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന. അറിവ് കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതേത് മതത്തിൻ്റെ ആചാരങ്ങളാണെങ്കിലും വ്യർത്ഥമാണ്. തുടർന്ന് പറയുന്നതാ സുരമന്ദിര തരുമൂല നിവാസ ശയ്യാഭൂതലമജിനം വാസ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ ഭജ ഗോവിന്ദം. സുരമന്ദിര തരുമൂല നിവാസ. എന്താണ് സുരമന്ദിര തരുമൂല നിവാസ? ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള വല്ല അരയാൽ വൃക്ഷത്തിൻ്റെയൊക്കെ ചുവട്ടിലാണ് താമസം. പ്രത്യേകിച്ച് മൂപ്പർക്ക് വീടൊന്നുമില്ല. വീണിടം വിഷ്ണു ലോകം. എവിടെ വേണമെങ്കിലും, അമ്പലത്തിലോ പാർക്കിലോ എവിടെ വേണമെങ്കിലും ആവാം, ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ. ഭൂതലം ശയ്യ. മൂപ്പരെ കിടക്ക ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമി തന്നെയാണ് കിടക്ക. അജിനം വാസഹ. എന്തെങ്കിലും തോല്. ഇപ്പം മൃഗത്തിൻ്റെ തോല് എന്നൊന്നും പറയാൻ പറ്റില്ല, പോലീസ് പിടിക്കും. എന്തെങ്കിലും കിട്ടിയത് എടുത്തു കൊടുക്കും, അത് തന്നെ. അജിനം വാസ ഭൂതലം ശയ്യ സർവപരിഗ്രഹ ഭോഗത്യാഗ. എന്തെങ്കിലും തനിക്ക് വേണമെന്നോ അതെന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് വെക്കണമെന്നോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. എല്ലാറ്റിനെയും പരിത്യജിച്ചിട്ടുള്ള സർവപരിഗ്രഹ ഭോഗത്യാഗ. കിട്ടിയ കിട്ടി, പോയാ പോയി എന്നുള്ള മട്ടിൽ അങ്ങനെ മരച്ചുവട്ടിലൊക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കുക. അങ്ങനെയുള്ളവന് കസ്യ വിരാഗം. കസ്യ, അങ്ങനെ ഒരുവൻ ഉണ്ടെങ്കിൽ കസ്യ സുഖം ന കരോതി വിരാഗ. അതാണ് നിലപാടെങ്കിൽ, അങ്ങനെ ഒരുവൻ ഉണ്ടെങ്കിൽ അവന് സുഖമല്ലാതെ പിന്നെ എന്താണ്? ശങ്കര ഭഗവത്പാദർ കൗപീന പഞ്ചകം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അതിലിതേപോലെ കൗപീനവന്ത ഖലു ഭാഗ്യവന്ത. വെറും കൗപീനം കൊടുത്തിട്ടാണ് മൂപ്പര് നടക്കുന്നത്. അവനേക്കാൾ ഭാഗ്യവാൻ വേറെ ആരാ ഉള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയാം. അപ്പൂപ്പന്താടി പോലെ ഇങ്ങനെ പോയിക്കോളും. എങ്ങോട്ടാണോ കാറ്റ് പോണത് അങ്ങോട്ട് പോകും. ഇങ്ങനെ അമ്പലത്തിൻ്റെ ചോട്ടിൽ പോയി കിടക്കണമെന്നോ അങ്ങനെയൊന്നും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ചെയ്യണമെന്നല്ല. നമ്മൾ ഈ ബംഗ്ലാവിൽ ഇരിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനെയാണ് ഭഗവത്പാദർ അടുത്ത ഭജഗോവിന്ദത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണിത്. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. നമ്മൾ ആരാണ്, എന്താണ്, ഒരു ഇതുമില്ല. നിങ്ങളുടെ ഭൗതികപരമായ സാമഗ്രികളോ, നിങ്ങളുടെ വീടിൻ്റെ വലിപ്പമോ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെതോ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെതോ, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷനോ ഒന്നും ബാധകമല്ല. ചോദിക്കുന്നു ഇവിടെ, യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. യോഗരതഃ വാ ഭോഗരതഃ വാ സംഗരതഃ വാ സംഗവിഹീനഃ. നിങ്ങൾ യോഗിയാണോ, ഭോഗിയാണോ, സംഘിയാണോ, സംഘവിഹീനനാണോ, വിഷയമല്ല. നിങ്ങൾ യോഗാചാര്യനാണ്, യോഗിയാണ്,
നിങ്ങളെ ആളുകൾ അറിയപ്പെടുന്നത് യോഗി, യോഗൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നീ യോഗരഥ വാ ആവട്ടെ, ഭോഗരഥ, അയ്യോ ഇയാൾ ഭയങ്കര ഭൗതികതയുടെ പാരമ്യതയിൽ ഇരിക്കുന്ന ആളാണ്, ധനികനാണ്, ഞാനൊരു ഭൗതികവാദിയാണ്, നിങ്ങൾ എന്തോ വാദിയാവട്ടെ. നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ അവിശ്വാസിയാണോ, ഏത് പാർട്ടിക്കാരനാണ്, യോഗരഥോവ ഭോഗരഥോവ സംഘരഥോവ സംഘവിഹീന. അയ്യോ എനിക്ക് ഭാര്യ, കുട്ടികൾ, വീട്, കുടുംബം, എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ രാഷ്ട്രം, എൻ്റെ ദേശീയ പ്രസ്ഥാനം, ഇതൊക്കെ എനിക്ക് അതിനെ തൊട്ട് കളിച്ചാൽ ഞാൻ വിടൂല. ഭയങ്കരമാണ് എനിക്കതൊക്കെ. സംഘരഥ, ഇതിലൊക്കെ സംഘമുള്ളവനാണ്. സംഘവിഹീന, എനിക്കിതിനോടൊന്നും ഒരു സംഘവുമില്ല. ആര് ജയിച്ചാലെന്ത് തോറ്റാലെന്ത്, ഞാൻ വോട്ട് ചെയ്യാൻ പോവാറില്ല, പോരെ, ഇങ്ങനെയാണ് ചിലരുടെ അഭിപ്രായം. അപ്പം നിങ്ങൾ യോഗിയാണോ ഭോഗിയാണോ, സംഘരഥനാണോ സംഘവിഹീനനാണോ, വിഷയമേ അല്ല. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം, യസ്യ ചിത്തം, ആരുടെ മനോബുദ്ധിയാണ് ബ്രഹ്മണി രമതേ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. ബ്രഹ്മത്തിന് നിർവചനം ഉപനിഷത്ത് പറയുന്നത് യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തീതി തദ് ബ്രഹ്മേതി വിജിജ്ഞാസസ്വ എന്നാണ്. ഏതൊന്നിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്, ഏതൊന്നിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണ് ഇതെല്ലാം വിലയിക്കുന്നത്, അതിനെ ബ്രഹ്മമെന്നറിഞ്ഞാലും പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യം, അല്ലാതെ അത് എവിടെയെങ്കിലുമുള്ള എന്തെങ്കിലും അല്ല. അതിൽ യസ്യ ചിത്തം ബ്രഹ്മണി രമതേ, ആരുടെ മനോബുദ്ധിയാണോ ആ സത്യത്തിൽ രമിക്കുന്നത്, നന്ദതി 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 ഏവ, അവൻ ആനന്ദിക്കുന്നു, അവൻ ആനന്ദിക്കുന്നു, ആനന്ദം അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അല്ലാതെ നിങ്ങൾ വെറുതെ യോഗിയാണ്, ഭോഗിയാണ്, സന്യാസിയാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ഞാൻ അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞതുകൊണ്ട് കിട്ടാനോ നഷ്ടപ്പെടാനോ ഇല്ല. ഇത് അനുഭവിക്കാൻ നിങ്ങളെ ബാഹ്യമായ യാതൊരു ചിഹ്നങ്ങളും, നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിച്ചോ ഭർത്താവിനെ ഉപേക്ഷിച്ചോ, ഭാര്യയും കുട്ടികളും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വിവാഹമുണ്ടോ, ഇതങ്ങനെ ഇങ്ങനെയും കിട്ടുന്നതല്ല എന്ന് പറയാം. ഇതൊരു തിരിച്ചറിവാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ബലാത്കാരേണ യാതൊന്നിനെയും ഉപേക്ഷിക്കേണ്ടതോ, അതുപോലെ തന്നെ കുറേ ഇതൊക്കെ കെട്ടി പിടിച്ചിരുന്നത് കൊണ്ടോ നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് ഇത് ലഭിക്കാനും പോകുന്നില്ല. തുടർന്ന് ഭഗവത്പാദർ പറയുന്നു, ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവകണികാ പീത സകൃതപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭഗവത്ഗീത കിഞ്ചിത് അതീത, തീർച്ചയായിട്ടും ഭഗവത്ഗീതയുടെ അല്പമാത്രമായിട്ടുള്ള അധ്യയനം, കുറച്ചെങ്കിലും ഗീത പഠിച്ചാൽ, ഭഗവത്ഗീത കിഞ്ചിത് അതീത, ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്, അസ്യ ധർമ്മസ്യ സ്വൽപ്പമപി ത്രായതേ മഹതോ ഭയാത്. ഈ ധർമ്മത്തിൻ്റെ ഒരല്പമെങ്കിലും നീ മനസ്സിലാക്കിയാൽ നിനക്ക് നിന്നെ വലിയ ഭയത്തിൽ നിന്ന് നിന്നെ ത്രാണനം ചെയ്യിക്കാൻ പര്യാപ്തമാണ് ഗീതയുടെ ജ്ഞാനം എന്ന്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കാൻ നിങ്ങൾക്ക് നല്ല അവസരമാണ്. ഭഗവത്ഗീത നമ്മൾ ആദ്യം മുതലിതാ പറയുന്നു യൂട്യൂബിൽ, രാവിലെ 7 മണിക്ക് എല്ലാ ദിവസവും ഉണ്ട്. ഒരു മാസം ആയി ഇപ്പോൾ,
കഴിഞ്ഞ 30 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണുക, കേൾക്കുക, പ്രചരിപ്പിക്കുക, മറ്റുള്ളവരും കേൾക്കട്ടെ. നിങ്ങളുടെ അറിവുള്ളവരിലേക്കൊക്കെ നിങ്ങൾ പകർന്നു നൽകൂ. നിങ്ങളതിൻ്റെ ഒരു പ്രചാരകനാകുന്നത് നല്ലതാണ്. ഭഗവത്പാദർ പറയുന്നു, ഭഗവത്ഗീത കിഞ്ചിത് അധീത, ഒരൽപ്പം, ഗംഗാജലലവ കണികാപീത, ഒരൽപ്പം ഗംഗാജലം നുകർന്നാൽ എന്താണ്? സകൃതപി ഏന മുരാരി സമർച്ച, ഭഗവാനെ വിധിയാം വണ്ണം ഒന്ന് അർച്ചന ചെയ്താൽ. 3 കാര്യങ്ങളാണ്: ഗീതാപഠനം, ഗംഗാജലം സേവിക്കൽ, പിന്നെയോ ഭഗവാനെ പൂജ ചെയ്യുക. ഇത്രയും ചെയ്താൽ ക്രിയതേ തസ്യ യമേന ന ചർച്ച, ആരാണോ ഇത് ചെയ്യുന്നത് തസ്യ, അവനുമായി യമൻ ഒരു ഡിസ്കഷന് പോവില്ല. യമൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കഷന് വിളിക്കുക. അതൊരു ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പം ഗംഗാജലം അല്പം സേവിച്ചാൽ ഈ മരണഭയം എന്ന മൃത്യുവാകുന്ന രോഗത്തിൽ നിന്ന് സർവരോഗമുക്തിയാണ്. നമ്മൾ ടൈറ്റിൽ പറഞ്ഞിരുന്നല്ലോ, ഗംഗാജലം സേവിച്ചാലുള്ള. ഇത് അക്ഷരാർത്ഥത്തിൽ പോയി ഹരിദ്വാറിലോ യമുനോത്രിയിലോ ഗംഗോത്രിയിലോ അലഹബാദിലോ എവിടെയെങ്കിലും പോയിട്ട് കുടിച്ചാൽ നടക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ, ഗംഗയ്ക്ക് ഒരു പവിത്രതയുണ്ട്. ഗംഗയ്ക്ക് പല തലങ്ങളിൽ ഗംഗയെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് അതിൻ്റെ പൗരാണികമായിട്ടുള്ള അതിൻ്റെ ആധ്യാത്മിക വശവും, അതുപോലെ തന്നെ അതിൻ്റെ ചരിത്രവും, അതിൻ്റെ ഭൂമിശാസ്ത്രവും. പല തലങ്ങളിൽ ഗംഗ അതിൻ്റെ വ്യാപ്തി വിരാജിക്കുന്നു. ഭഗീരഥൻ്റെ ഒരുപാട് പേരുകൾ ഗംഗയ്ക്കുണ്ട്. ജാഹ്നവി, ഭാഗീരഥി. ഭഗീരഥൻ തപസ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന സഗരപുത്രന്മാരുടെ, സാഗരം എന്നുള്ള പേര് വരുന്നത് സഗരപുത്രന്മാരെ കുഴിച്ചു നോക്കാൻ വേണ്ടി കുഴിച്ചു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, മഹാഭാരതത്തിൽ വരും. ഒരു വലിയ പാരമ്പര്യത്തിൽ, ഒരു പ്രയത്നത്തിൽ നിന്നുണ്ടായിട്ടുള്ള, അതാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ, ഗംഗോത്രിയിലാണ് അതിൻ്റെ ഗംഗയുടെ കൈലാസത്തിൽ നിന്ന് ഗംഗ ഭൂമിയിലേക്ക് പതിക്കുന്നു എന്ന് പറയുന്ന സങ്കല്പം. ഒരു നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പവിത്രമെന്ന് കരുതുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ച് എല്ലാ കർമ്മങ്ങൾക്കും ഗംഗാജലം അനിവാര്യമായിട്ടുള്ള ഒന്നായിട്ടാണ് കരുതുക. അപ്പം അത് സേവിച്ചാൽ സർവരോഗമുക്തി എന്ന് കരുതി കുറേ അന്ധവിശ്വാസത്തിൽ ആളുകൾ കൊണ്ടുപോയി ഗംഗയിൽ കൊണ്ടുപോയി മരിച്ച രോഗമുള്ള കുട്ടികളെ പിടിച്ച് താഴ്ത്തുകയും ക്യാൻസറൊക്കെ വന്ന് അതിനെ പിടിച്ച് ഗംഗയിൽ മുക്കി വെച്ചിട്ട് രോഗം മാറും എന്നൊക്കെ കരുതിയിട്ട് മുക്കിക്കൊന്ന കേസുകളാണ്. അന്ധമായി ഇതിൻ്റെയൊന്നും ഒരു ആധ്യാത്മിക വഴിയിലൂടെ മനസ്സിലാക്കാതെ ഗംഗ, ചിന്മയാനന്ദ സ്വാമികളോട് തപോവന സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് പോയി അവിടെ ഗംഗാതീരത്ത് ഇരിക്കാനാണ്. ഇന്നും നിങ്ങൾ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഗംഗയെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും അതൊരു പതിവാണ് അവർക്ക്. അവർ ഗംഗാതടത്തിൽ പോയി ഇരിക്കുക എന്നുള്ളത്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും, ഗംഗയെ നോക്കിയിരിക്കും. അവിടുന്ന് പലതും നമുക്ക് കിട്ടും. ചിന്മയാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, തപോവൻ സ്വാമികൾ ചിന്മയ പോയി അവിടെ ഇരിക്കാൻ പറയുമ്പം ഞാൻ അവിടെ പോയി ഇരുന്നു. ഞാൻ ഗംഗയെ നിരീക്ഷിച്ചു. സ്വാമിജി പറയുകയാണ്, ഗംഗയെ നിരീക്ഷിക്കുമ്പം ഗംഗാജലലവ കണിക പീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പാനം ചെയ്യുന്നത്. ഗംഗയെ ഉൾക്കൊള്ളുക, അതാണ്. അപ്പോൾ സ്വാമിജി നോക്കുമ്പം ഗംഗ ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകുന്നു. അങ്ങനെ ഗംഗയോട് മല്ലിട്ട് നിൽക്കുന്ന വലിയ വലിയ മുക്കൻ പാറകൾ, ആ പാറകളെയൊക്കെ അത് തഴുകി, ചില വലിയ തടസ്സങ്ങളെയൊക്കെ അത് കവിഞ്ഞൊഴുകി, അതുപോലെ ഗതി മാറ്റി ഒഴുകി, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഗംഗ സ്വാമിജിയോട് സംസാരിച്ചു എന്നാണ് സ്വാമിജി പറയുന്നത്. ഹേ ചിന്മയ, നീ എന്നെ നോക്ക്, ഞാൻ തടസ്സങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്നെ നോക്ക്. അപ്പം ഈ പറഞ്ഞതുപോലെ ചിലതിനെ
കവച്ചു വെച്ചുകൊണ്ട് ഒഴുകുന്നു. ചിലയിടത്ത് മാറി ഒഴുകുന്നു, പക്ഷെ ഒഴുകുന്നു. അങ്ങനെ തന്നോട് മത്സരിക്കാൻ വന്നവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ, ഗംഗയോട് മത്സരിക്കാൻ വന്ന വലിയ വലിയ പാറകളൊക്കെ ഇപ്പം ചെറിയ മണൽത്തരി കണക്കെ ആയിട്ടുണ്ട്. ചിലതിനെയൊക്കെ ഗംഗ കൂടെ കൊണ്ടുപോകണം, പക്ഷെ ഒഴുകുന്നു. ഇങ്ങനെ വലിയ പാഠമാണ് സ്വാമിജി അതിൽ നിന്ന് ഉൾക്കൊണ്ടത്. ഗംഗാതീരത്തിരുന്ന് സങ്കടം പറയുന്നവരുണ്ട്. അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും ഗംഗയോട് പറയും. ഗംഗാമയ്യ, ഗംഗാമാത, ഭഗവതി ഗംഗ. വെറും ഗംഗ എന്ന് പറയില്ല. ഹരിദ്വാറിൽ അവിടെയൊക്കെ പോയിട്ട് വെറും ഗംഗ എന്നൊക്കെ പറഞ്ഞാൽ അടി കിട്ടും. കാരണം അത്രമാത്രം ഗംഗ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒന്നാണ്. അപ്പം ഗംഗാജല ലവ കണികാപീത, അത് പാനം ചെയ്താൽ രോഗമുക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടാൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. അതുതന്നെയാണ് രോഗത്തിൻ്റെ മോചനം. അല്ലാതെ നിങ്ങൾക്ക് ഡോക്ടർ എഴുതി തരുന്ന മരുന്ന് ഉപേക്ഷിക്കണം എന്നല്ല. അങ്ങനത്തെ മൂഢമായ വിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തിയാൽ അത് വലിയ അപകടമാണ്. അപ്പം ഇതിൻ്റെ ഒപ്പം സേവിക്കേണ്ടതാണ് എന്ത്? ഭഗവത്ഗീത 3 നേരം കഴിക്കേണ്ടതാണ്. ഭഗവത്ഗീത, ഗംഗാജലം, ഭഗവത് പൂജ. ഏതെങ്കിലും ഒരു മൂർത്തിയിൽ, അത് ഏത് വേണമെങ്കിലും ആവാം, അത് ഈശ്വരൻ്റെ പ്രതിരൂപമാണെന്ന് കരുതി തൻ്റെ കർമ്മങ്ങളെയൊക്കെ സമർപ്പിക്കുക. അത് ഏത് കർമ്മവും ഈശ്വരപൂജയാക്കാവുന്നതാണ്. ഗോപികമാരങ്ങനെയാണ്, ഈശ്വരപൂജയാക്കിയിട്ടാണ് അവരെല്ലാ കർമ്മങ്ങളെയും ചെയ്തിട്ടുള്ളത്. ഇപ്പം ഭഗവത്ഗീത കിഞ്ചിതധീത ഗംഗാജല ലവ കണികാപീത സകൃതപി യേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. പിന്നെ യമൻ ചർച്ചയ്ക്ക് വരില്ല. ഗംഗാജലം പാനം ചെയ്താൽ ഭഗവാൻ ബുദ്ധൻ പറയുന്ന പ്രസിദ്ധമായ കഥയുടെ പൊരുൾ മനസ്സിലാവും. ബുദ്ധ ഭഗവാന്റെ കഥകളിൽ, ഉപദേശ കഥകളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് സ്വന്തം കുട്ടി മരിച്ച ദുഃഖം താങ്ങാനാവാതെ പലയിടത്തും നടന്ന അവരവസാനം എത്തിച്ചേർന്ന ബുദ്ധൻ്റെ അടുത്ത്. ബുദ്ധനോട് പറഞ്ഞു, എനിക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ബുദ്ധൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക്, നിങ്ങളുടെ ഈ ദുഃഖത്തിന് ഞാനൊരു പരിഹാരമുണ്ടാക്കും. പക്ഷേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ ഒരു ഉത്തരം തരണം. അതുപോലെ എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. ഒരല്പം കടുക് നിങ്ങളെനിക്ക് തരണം, മേടിച്ചു തരണം. അപ്പോൾ അവർ പറഞ്ഞു, അതിന് ബുദ്ധിമുട്ടില്ല, അങ്ങ് പറയുന്ന ചോദ്യത്തിന് ഉത്തരവും തരാം, കടുകും തരാം. അപ്പോൾ ബുദ്ധനൊരു കണ്ടീഷൻ വെച്ചു. ഈ കടുക് കൊണ്ടുവരുന്നത് മരണം നടക്കാത്തൊരു വീട്ടിൽ നിന്നായിരിക്കണം. നിങ്ങൾ കടുക് മേടിക്കുമ്പോൾ അന്വേഷിക്കണം അവിടെ മരണം നടന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ മരണം നടക്കാത്തൊരു വീട്ടിൽ നിന്ന് കടുകുമായിട്ട് വരിക. ഞാൻ നിങ്ങളുടെ കുട്ടിയെ ജീവിപ്പിക്കാം. നിങ്ങളുടെ ചോദ്യം എന്താണോ അതിന് എൻ്റെ ചോദ്യത്തിന് ഉത്തരവും തരിക. എന്തായാലും ബുദ്ധൻ പറഞ്ഞത് ഈ കടുക് കൊണ്ടുവരും നിങ്ങൾ. അപ്പോൾ ഇവർ വേഗം ഓടി കടുകെടുക്കാൻ. അവർക്ക് പരിചയമുള്ള ഓരോ വീടുകളിൽ പോയിട്ട് കടുക് തരുമോ എന്ന് ചോദിച്ചു. അവർ കടുക് തരാൻ റെഡിയാണ്. പിന്നത്തെ അവരുടെ ചോദ്യം, ഇവിടെ മരണം നടന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഓ, ഒരച്ഛൻ മരിച്ചിട്ടുണ്ട്, അമ്മ മരിച്ചിട്ടുണ്ട്, അങ്ങനെ ആരൊക്കെയോ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ച വീടാണ്, മരണം നടന്ന വീടാണ്. അപ്പോൾ അടുത്ത വീട്, ഇങ്ങനെ വീടായ വീട്ടിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ കടുകിൻ്റെ കാര്യം അവർ വിട്ടു. പിന്നെ മരണം നടന്നിട്ടുണ്ടോയെന്നായി. പിന്നെ കടുക് എന്നിട്ട് ചോദിക്കാമെന്ന് കരുതി. അപ്പം എല്ലായിടത്തും മരണം നടന്നിട്ടുണ്ട്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ശരീരം വിട്ടുപോകുക എന്ന് പറയുന്ന
ഒരു മരണം യാഥാർത്ഥ്യമാണ്. അങ്ങനെ ബുദ്ധൻ്റെ അടുത്ത് തിരിച്ചെത്തി. അവർ പറഞ്ഞു, അങ്ങനെ എനിക്ക് വലിയൊരു സത്യം ബോധിപ്പിച്ചു തന്നു. അപ്പം എനിക്ക് ആ ദുഃഖമില്ല. അങ്ങനെ ബുദ്ധൻ്റെ കൂടെ കൂടി എന്നാണ് കഥ. അപ്പം യമനുമായിട്ടുള്ള ചർച്ച നമുക്ക് ഒഴിവാക്കാം ഈ 3 കാര്യങ്ങളിലൂടെ. ഗീതയും മൃത്യുവിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവത് ആരാധനയായിട്ട്, സമർപ്പണമായിട്ട് പൂജ ചെയ്യുന്നതിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. ഈ 3 കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഭഗവത് പാദർ പറയുകയാണ്. തുടർന്ന് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ്. എന്താണ്? പുനരഭിജനനം പുനരഭിമരണം. ജനിക്കുക, കുറച്ചു കാലം ഭക്ഷണവും അതും ഇതൊക്കെ കഴിക്കുക, കുറേ ദുരിതം അനുഭവിക്കുക, മരിക്കുക, വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക. ഇങ്ങനെ ഓരോരോ ജഠരത്തിലേക്ക്, ഉദരത്തിലേക്ക് ഇങ്ങനെ മാറി മാറി യാത്ര ചെയ്ത ഈ ചക്രം, ജന്മം, കർമ്മം, കർമ്മഫലം, ജന്മം, ഇതിനാണ് സംസാരം എന്ന് പറയുന്നത്. ഈ സംസാരത്തെ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ. ഈ ഏറ്റവും പ്രയാസപ്പെട്ട ഈ ഒരു പ്രക്രിയ, ഹേ ഭഗവാനെ, ഇതിൽ നിന്നൊന്ന്, ഹേ മുരാരേ, ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നവനെ, പാഹി, എന്നെ രക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ ജനിമൃതികളുടെ മാറ്റമില്ലായ്മയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പല മാറ്റങ്ങളാണ്. പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. ഈ മാറ്റങ്ങളുടെ പിറകിലൊരു മാറാത്ത സത്യമുണ്ട്. അതിലേക്ക് അതെനിക്ക് ബോധിക്കണം. ഇവിടെ ഒരു പ്രാർത്ഥനാന്വിതമായ മനസ്സും കൂടെ അനിവാര്യമാണ് ഈ സത്യം വെളിപ്പെട്ട് കിട്ടാൻ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ജനിമൃതികൾക്കപ്പുറത്തേക്ക് ഈ പരമമായ സത്യത്തെ എനിക്ക് ബോധിപ്പിച്ചു തരണം എന്നുള്ളത്. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാലുള്ള, അല്ലെങ്കിൽ ഈ സത്യത്തെ ഉൾക്കൊണ്ട ഒരാളുടെ ഒരു നടപ്പാണ്, ഭയങ്കര രസമായിട്ടുള്ളൊരു നടപ്പ്. 1200 വർഷം മുമ്പ് ഇതൊക്കെ രചിക്കുമ്പം അന്നത്തെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളതിനെ ഉൾക്കൊള്ളുന്ന സമയത്ത് അതിനനുസരിച്ച് അതിനെ മനസ്സിലാക്കണം. പറയണത് രഥ്യാ ചർപ്പട വിരചിത കന്ധ പുണ്യാപുണ്യ വിവർജിത പന്ഥ യോഗി യോഗനിയോജിത ചിത്തഃ രമതേ ബാലോന്മത്തവ ദേവ. എന്താ? രത്യാചർപ്പട വിരചിത കന്ധഃ. രത്യാചർപ്പട വിരചിത കന്ധഃ, വഴിയിൽ നിന്ന്, രത്യ എന്ന് പറഞ്ഞാൽ വഴി, റോട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന അതൊക്കെ പെറുക്കിയെടുക്കും. എന്താണ്? തുണിക്കഷ്ണങ്ങൾ, ചർപ്പടം. അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന തുണിക്കഷ്ണങ്ങളൊക്കെ എന്തു ചെയ്യും? മൂപ്പരതിനെയൊക്കെ തുന്നിച്ചേർക്കും, ഒന്നാക്കും. എന്നിട്ടോ അതിനെ ഒരു വസ്ത്രമാക്കും. അപ്പം അവിടുന്ന് കിട്ടുന്നത് കൊണ്ട് ചേർത്തൊരു വസ്ത്രം, മാച്ചിങ് ഒന്നും ആയിരിക്കില്ല. ഇപ്പം അതൊക്കെ വലിയ ഫാഷനാണ്. നമ്മൾ ഈ കണ്ടം വെച്ച കോട്ട് എന്നൊക്കെ പറയും. പല പല തുണികൾ ചേർത്ത് വെച്ചിട്ടുള്ളത്.
പല നിറങ്ങളായിരിക്കാം, ഒരു ഓർഡറൊന്നും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നത്. അതിൽ ആളെന്ത് നോക്കുന്നില്ല, അതിൻ്റെ ഫാഷൻ, ഡിസൈന്, കളർ കോമ്പിനേഷൻ ഒന്നും വിഷയമല്ല. അത് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയതാണ്. അതൊക്കെ കളക്ട് ചെയ്ത് ഇതാക്കുന്നു, മൂപ്പരുടെ വസ്ത്രമാക്കുന്നു. ചിലപ്പോൾ അത് നമ്മൾ വിചാരിക്കും അത് സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ്, പുരുഷന്മാർ ഉപയോഗിക്കുന്നതാണ്. മൂപ്പർക്കാതൊന്നുമില്ല, അത് ആരെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കാം. അങ്ങനെയുണ്ടല്ലോ, ചിലതിലൊക്കെ വളരെ കണിശമാണ്. ഇപ്പോൾ ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന സൈക്കിൾ, അതിൻ്റെ ചില നിറമുണ്ട്. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന സൈക്കിളിനൊരു നിറമുണ്ട്. ഈ കുട്ടികളോടൊക്കെ നീ അതെടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതെടുക്കില്ല, ജമ്മത്തെടുക്കില്ല. നമുക്ക് തോന്നും എന്താണ് അത് ഈ ആൺകുട്ടികളോട് പാവാടയൊക്കെ ഇടാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അവർക്ക്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയതാണ്. രത്യാചർപ്പട വിരചിത കന്ധ പുണ്യാപുണ്യ വിവർജിത പന്ഥ. മൂപ്പരുടെ വഴിയിൽ പുണ്യവും അപുണ്യം ഇതൊന്നുമില്ല, ഏത് വഴിയിലും നടക്കും. ഈ പുണ്യാപുണ്യങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ള വഴിയാണ് മൂപ്പരുടെ റോഡ് എന്ന് പറഞ്ഞാൽ അതാണ്. എവിടെയും കാണാം ആളെ. പുണ്യാപുണ്യ വിവർജിത പന്ഥ, അതിനൊക്കെ അതീതമായിട്ടുള്ള വഴികളിലൂടെയാണ് നടപ്പ്. ബാലോന്മത്തവത് രമതേ, കുട്ടികളെപ്പോലെ. രമതേ ബാലോന്മത്തവദേവ, കുട്ടികൾക്കുള്ള ആനന്ദം. അവർക്ക് എന്താണ് ഇത്ര ആനന്ദം? യാതൊരു അല്ലലും അലട്ടും ഇല്ല. ഏത് നേരം കണ്ടിട്ടില്ലേ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഈ കടയിലേക്കൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെയൊക്കെ ഇങ്ങനെ കുട്ടികൾ നടന്നൊക്കെ പോകുന്നത് നോക്കിയാൽ മതി. പാരൻസിൻ്റെ കൂടെയോ ഒക്കെ അല്ലാതെ സ്കൂളൊക്കെ വിട്ടു പോകുന്നത് നോക്കുമ്പോൾ കാണാം, തലയൊക്കെ കുലുക്കി ഇങ്ങനെ ബസ്സിലൊക്കെ ഇരുന്നിട്ട്. എപ്പോഴും ഒരു ആനന്ദമാണ്. ബാലന്മാരെ പോലെ, ഉന്മത്തനെ പോലെ നല്ല എന്താ പറയുക, എന്താ ഈ ഉന്മാദാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയെ പ്രാപിക്കും. പിന്നെ അവർക്കിങ്ങനെ ഈ റോട്ടിൽ ചിലരൊക്കെ കണ്ടിട്ടില്ലേ, അടിച്ച് പൂക്കുറ്റിയായി കഴിഞ്ഞാൽ തുണിയൊന്നും ഇല്ലാതെയും നടക്കും. യാതൊന്നും ചുറ്റുപാട് അവരെ സംബന്ധിച്ച് ബാധകമല്ല. ഭാര്യ വീട്ടിൻ്റെ ഉമ്മറത്ത് കൂടെയൊക്കെ അങ്ങനെ മുറ്റത്ത് എന്താ പറയുക, റോഡ് അവരുടെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അതിലേ കാണാൻ പോകും. കാരണം ആളെ സംബന്ധിച്ച്, കാരണം അടിച്ച് പൂക്കുറ്റിയായി ഇരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരാൾ അയച്ചു തന്നു. എന്താണ്, കർണാടകയിൽ ഈ നമ്മുടെ 1-ാം തീയതി വരികയല്ലേ, ജനുവരി 1, ന്യൂ ഇയർ, അതുപോലെ ക്രിസ്മസ്. അപ്പോൾ ഇതിനൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ കള്ളവാറ്റ്, ചാരായം കാട്ടിലെവിടെയോ വാറ്റിയതാണ്. അങ്ങനെ ഈ വാഷ് ഇതൊക്കെ ഇട്ടിട്ട് വാറ്റി വെച്ചതാണ്. ഈ വാറ്റി വെച്ച ചാരായം ഇവർ ഈ കുപ്പിയിലാക്കി വിൽക്കാൻ ക്യാനിലാക്കുന്നതിന് മുമ്പേ പുലി വന്ന് കുടിച്ചു. ഇത് മൊത്തത്തിൽ ഇവൻ ലിറ്റർ കണക്കിന് എത്രയാണോ അവിടെ ഉണ്ടാക്കി വെച്ചാൽ അത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ പുലിക്കാണെങ്കിലും മനുഷ്യന്മാർക്കാണെങ്കിലും ഇത് പിടിക്കുമല്ലോ. പുലിക്ക് നന്നായിട്ട് ഇതങ്ങോട്ട് ഏശി. പുലിക്ക് ഏശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറ്റവും വലിയ കോമഡി, മൂപ്പരുടെ സഹജമായ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് ഈ കുറേ ആൾക്കാർ ഈ പുലിയെ തെളിച്ചു കൊണ്ടുപോവുക. ഒരു പൂച്ചയെ പോലും ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അത്ര ഡീസൻ്റായിട്ട് ആളുകളുടെ കൂടെ ഇവൻ നടന്ന് പോവുകയാണ്. ഇവനെ അവസാനം അവർ നാട്ടുകാർ ഫോറസ്റ്റിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ ഓരോരുത്തർ അതിൻ്റെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുക. നോക്കണേ, കാട്ടിലെ പുലിയുടെ കൂടെ സെൽഫി എടുക്കണമെങ്കിൽ ആ പുലി എന്താണ്, അത് പുലിയാണെങ്കിലും ഇപ്പോൾ ഉന്മാദാവസ്ഥയിലാണ്. മൂപ്പര് സർവത്ര ബ്രഹ്മമാണ്, ബ്രഹ്മദർശനാണ്. അതായത് ഇവന്മാരെയൊക്കെ എനിക്ക് ശാപ്പിടാമെന്നോ അല്ലെങ്കിൽ ഇവരെയൊക്കെ കടിച്ചു കീറണമെന്നോ ഒന്നുമില്ല. ഡീസൻ്റായിട്ട് മൂപ്പര് ഇങ്ങനെ പോവുക. സർക്കസിൽ പോലും ട്രെയിൻ ചെയ്ത് അങ്ങനെ പോവില്ല. ഇവിടെ ഭഗവത്പാദരും പറയുന്നത് ഉന്മത്തവത്,
ബാലവത് എന്നാണ്. എന്താണ് ഈ പറഞ്ഞ യാതൊരു വിധത്തിലുള്ള വിഭജനങ്ങളും ഇല്ലാതെ യദൃച്ഛയാ ലാഭസന്തുഷ്ട, യാദൃച്ഛികമായി കിട്ടുന്നതിൽ സന്തോഷവാനായിട്ട് ആനന്ദത്തോടു കൂടി അവൻ ജീവിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.